രൂപ വാങ്ങി എക്സാലോജിക് എന്ന് പറയുന്ന വീണാ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി വാങ്ങിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞത് സംബന്ധിച്ച് കോടതികളുടെ മുമ്പാകെ കേസിരിക്കുന്നു, അന്വേഷണങ്ങൾ നടക്കുന്നു. അതൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയോ കുടുംബമോ മകളോ എന്ത് സേവനം നൽകിയിട്ടാണ് ഈ പണം കൈപ്പറ്റിയതെന്ന് ഇന്ന് വരെ പറയാത്ത സാഹചര്യത്തിലാണ് രണ്ടാമത്തെ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ഇപ്പോൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ഈ തെക്ക് ഭാഗത്താണ് തോട്ടപ്പള്ളിയിൽ ഒന്നാമത്തെ കരിമണൽ ഖനനം കൊള്ള നടന്നുവെങ്കിൽ രണ്ടാമത്തത് നടക്കാൻ പോകുന്നത് വടക്ക് ഭാഗത്താണ്. അന്ന് പറഞ്ഞിരുന്നത് എന്താ? ദേശീയ ദുരന്ത നിവാരണ സംവിധാനം നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളപ്പൊക്ക കെടുതി കുട്ടനാടിനുണ്ടാകാതിരിക്കാൻ, കുട്ടനാടിനെ സംരക്ഷിക്കാനുള്ള മണൽ നീക്കമാണ് ഇവിടെ നടക്കുന്നത്. കരിമണൽ എന്ന് പറഞ്ഞില്ല. ആ മണൽ നീക്കത്തിന്റെ ഭാഗമായി അന്ന് 100 മീറ്റർ കാണും ഇതിന്റെ ഈ പൊഴിമുഖം, അല്ലെങ്കിൽ ഇതിന്റെ മുഖം, ഈ പൊഴി ഒഴുകിപ്പോകുന്നത്. അത് 400 മീറ്ററിലധികമാക്കി മാറ്റി ഇവിടെ നട്ടു പിടിപ്പിച്ച് വളർന്നു വന്ന കാറ്റാടി മരങ്ങളും എടുത്ത് വെട്ടി മാറ്റി ആയിരക്കണക്കിന് പോലീസുകാരെ വിന്യസിപ്പിച്ചുകൊണ്ടാണ് അന്ന് കോവിഡ് കാലഘട്ടത്തിൽ ഈ കൊള്ള ഇവിടെ ആരംഭിച്ചത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്കറിയാം, ശക്തമായ പോരാട്ടം ഈ തീരത്ത് മത്സ്യത്തൊഴിലാളികളും കുടുംബവും നമ്മളും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൂടി ചേർന്ന് നടത്തി. CPM എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്കറിയാം. അതിനു മുമ്പുള്ള കഥയിലേക്കും പോകുന്നില്ല. CPM-ന്റെ നേതാക്കന്മാരെ അണിനിരത്തിക്കൊണ്ടായിരുന്നു ശ്രീ AK ആന്റണി കേരളം ഭരിച്ചിരുന്നപ്പോൾ അന്നത്തെ MP-യും അന്നത്തെ MLA-യും ശ്രീ VM സുധീരനും ശ്രീ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നമ്മളൊരു സമരം സംയുക്തമായി, രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ പാർട്ടിയെ CPM-നെയും ഉൾപ്പെടുത്തി AK ആന്റണിയുടെ ഗവൺമെന്റിന്റെ മുമ്പാകെ തീരത്ത്, പ്രത്യേകിച്ച് ആലപ്പുഴയുടെ തീരത്ത്, അത് ആലപ്പുഴ മുതൽ ആറാട്ടുപുഴ, അഴീക്കൽ വരെയുള്ള ഭാഗത്ത് കരിമണൽ ഖനനം പാടില്ല, ഒരു മേഖലയിലും, സ്വകാര്യ മേഖലയിൽ പാടില്ല, സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിൽ പാടില്ല എന്ന തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞ ആ തീരുമാനം എടുപ്പിച്ചത് നമ്മളാണ്. അതിനുശേഷം മാറി മാറി വന്ന ഗവൺമെന്റുകൾ ആരും അതിലേക്ക് പോയില്ല. പോയത് ജനവഞ്ചന നടത്തി ആ സർക്കാർ തീരുമാനം അട്ടിമറിച്ചത് ശ്രീ പിണറായി വിജയനായിരുന്നു. നിങ്ങൾ ഓർക്കണം, അതിന്റെ ശിക്ഷ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഭൗതികമായ ശിക്ഷ കിട്ടാൻ പോകുന്നു. ജയിലിലേക്ക് എപ്പോൾ പോകും ആ കുടുംബം എന്നുള്ളത് ഈ രണ്ടാം ഖനനം ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. ഒരു സംശയം വേണ്ട. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ തീരത്ത് ഇതിന്റെ പ്രയാസം അനുഭവിച്ചവർ പാവങ്ങളാണ്. അവർ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവർ സാമ്പത്തികമായി ശേഷിയില്ലാത്തവരാണ്. കിടക്കാൻ ഒരു തുണ്ട് ഭൂമിയില്ലാത്തവരാണ്. അവരുടെ വീടും ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു. ഇനിയും നഷ്ടപ്പെടുത്താനുള്ള ശ്രമം അത് അവർ നടത്തുകയാണ്. പക്ഷേ മക്കൾക്കും മരുമക്കൾക്കും കുടുംബത്തിനും പാർട്ടിക്കും കോടികൾ ലഭിക്കും. അതുവഴി ആ കൊള്ളയ്ക്ക് വീണ്ടും നേതൃത്വം കൊടുക്കാൻ ഇങ്ങോട്ട് കടന്നു വരാൻ പോകുന്നു. അത് CMR-ലുണ്ട്. KMML-നെ തൽക്കാലം മാറ്റി നിർത്തി എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ എന്ത് എന്നുള്ളത് കഴിയാൻ പോകുന്നു. IRE-യും CMR-ലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും പാർട്ടിയും ചേരുന്ന ആ കൊള്ള സംഘം വരികയാണ്. അതിനെതിരെയാണ് ഈ സമര പോരാട്ടം നമ്മൾ ഇവിടെ തുടങ്ങുന്നത്. നമുക്കത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാം. വിശദാംശങ്ങളും ഈ സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളും എല്ലാം ഉദ്ഘാടകനും മറ്റു നേതാക്കളും ഇവിടെ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഈ സമര പ്രഖ്യാപന കൺവെൻഷനിൽ പങ്കെടുക്കുന്ന നമ്മുടെ നേതാക്കളെയും സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ തീരത്ത് പാവങ്ങളായി ഉപജീവനത്തിന്റെ അതിജീവനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽപ്പെട്ടവർ, അതോടൊപ്പം തന്നെ അതിനെ അനുബന്ധ ജോലി ചെയ്ത് ജീവിക്കുന്നവർ, പാവങ്ങളെ സംരക്ഷിക്കാനുള്ള ഈ പോരാട്ടത്തിൽ
ഈ നാട്ടുകാരുടെ, ഈ പ്രദേശവാസികളുടെ, എല്ലാ സാമൂഹിക രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകരുടെയും പിന്തുണ ഉണ്ടാകണമേ എന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന, സമര പോരാട്ടങ്ങളുടെ ഭാഗമായുള്ള ഈ സമരപ്രഖ്യാപന കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എല്ലാ നേതാക്കളെയും സഹപ്രവർത്തകരെയും നാട്ടുകാരെയും ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ്. അടുത്തതായി സമര